ഗൈസ് ആദീസ് റേയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഞാൻ ഇന്നലെ റേഹാനത്താൻ്റെ നാത്തുവിൻ്റെ വീട്ടിലോട്ട് കാട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പം ഇവിടേക്ക് വന്ന വിശേഷങ്ങളും നമ്മൾ ഇവിടുന്ന് കറങ്ങാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതാക്കുന്ന കാറെടുത്തിട്ട് ഇറങ്ങിട്ടോ. ചുരത്തിലെത്തിയ നല്ല മഴയും നല്ല ബ്ലോക്കാണ് കേട്ടോ. അപ്പം ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞാനുണ്ട്, ഉമ്മയുണ്ട്, പിന്നെ താത്തുണ്ട്, മക്കൾസുണ്ട്, ഷാനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത്. നല്ല മഴയും നല്ല തണുപ്പും നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്നൊന്നും ബ്ലോക്കില്ല, കുറച്ചുകൂടെ അങ്ങോട്ട് കയറിയപ്പോഴാണ് നല്ല ബ്ലോക്ക് കിട്ടിയത് കേട്ടോ. ഞങ്ങൾ പെട്ടെന്നുണ്ടായ ഒരു പോക്കാണ് കേട്ടോ. ചെപ്പിൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം കൊണ്ടുണ്ടായ ഒരു പോക്കാണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതാക്കുന്ന വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഈ രാത്രി ആയ ഫീലാണ്. 5:15 ഉള്ളൂ, പക്ഷെ രാത്രി ആയ ഫീലാണ് കേട്ടോ. കണ്ട ഗൈസ്, ആണോ ഗൈസ്? സൈഡ് നോക്കണം കേട്ടോ ഗൈസ്. ഒരു വണ്ടി സൈഡ് കൊടുത്തപ്പോ ചുരത്തിൽ നല്ലോണം ആക്സിഡന്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോരുന്ന സമയത്ത് ഞങ്ങൾ കുരങ്ങിന് നെയ്യപ്പൊക്കെ കൈ പിടിച്ചിട്ടാണ് കേട്ടോ പോരുന്നത്. അപ്പോൾ കുരങ്ങുകളെ കണ്ടപ്പം ഓരോന്നോരോന്ന് ഞങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, പാവങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ട്. നല്ല മഴ, നല്ല കോട. മഴ അല്ലപ്പോൾ, പക്ഷെ നല്ല കോട, നല്ല മഴ, ഇരുട്ട് മൂടിയൊരവസ്ഥയാണ് ഗൈസ്. ഞങ്ങൾ ഇതാക്കുന്ന കുരങ്ങിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നെയ്യപ്പൊക്കെ കൈ പിടിച്ച് നിൽക്കുകയാണ്. റിച്ച് കുറേ എണ്ണം കൊടുത്തു, പക്ഷെ ഞാൻ കൊടുത്തില്ല. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതാക്കുന്ന ചുരം കയറി ലക്കിടി എത്തി. എന്താ തണുപ്പ്! വയനാടും കൂടെ കയറിയാ പിന്നെ വേറെ വൈബാണ്. ഏതാ തണുപ്പിന്റെ മോനെ! എന്താ അടിപൊളിയാണ്. അതാണ് കരിങ്കാലി. മക്കളെ പറയാണ് കണ്ണാണില്ല. ഗൈസ് റിച്ച് ഈ സൈഡിൽ കൂടെ പോകുന്നവരോടൊക്കെ വർത്താനം പറയാണ്. എന്താ റിച്ച് ഒക്കെ പറയാൻ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇതാക്കുന്ന ഒരാളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആരാണത്? ഞങ്ങളിത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ, അനസ്കാൻ്റെ ഷോപ്പിൽ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് നമ്മളെ ചുരത്തിൽ ലക്കിടി നമ്മൾ ഇതാക്കുന്ന ഇവിടെ ഒരു വയനാട് അൾട്രാ പാർക്കൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഞങ്ങൾ ഇതാക്കുന്ന ചെപ്പിൻ്റെ വീട്ടിലോട്ട് എത്തി, കാട്ടിക്കുളത്ത് എത്തിയിട്ടോ. റയാന്ത ഇതാക്കുന്ന പലഹാരം വാങ്ങാൻ വേണ്ടിയിട്ട്, ബേക്കറി ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് ബേക്കറിയിലേക്ക്. ഞങ്ങളിതാ കാട്ടിക്കുളത്ത് എത്തിയിട്ട് ഗൈസ്. നല്ല മഴയും തണുപ്പും ഒക്കെ ഉണ്ട്. ഇത് മോനെ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതാക്കുന്ന ചെപ്പിൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെപ്പി അടിയിട്ടോ അവിടെ ഒരു പൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് ഇതാണ് ചെപ്പിൻ്റെ വീട്. ഇതന്നല്ലേ എന്താ വീട്? യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ ചെപ്പിൻ്റെ വീട്. അങ്ങനെ ഇവിടെ എത്തി ഞങ്ങൾ ഗൈസ്. ഉമ്മത് അവിടെ എത്തിയപ്പോഴേക്ക് ഷോളൊക്കെ മറിച്ച് കാർന്നതാ സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ഇതാ ഈ മഞ്ഞ ബാഗ് എടുക്കി. എൻ്റെ ബാഗ് നല്ല ആളങ്ങള് ലാസ്റ്റ് ഒന്ന് എടുത്താ പോരാ, അങ്ങ് എടുക്ക്. വാ ഷാന. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും കേക്കണമില്ലേ? കിച്ചപ്പ ഗൈസ് ചെപ്പിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചെപ്പി എന്താ പരിപാടി? എനിക്ക് ഇവിടെ വെള്ളമൊക്കെ വരുന്നുണ്ട്. ചിക്കൻ പൊരിച്ചത്,
മന്തി. വാ, അടിപൊളി അടിപൊളി. താങ്ക് യു ഗൈസ്. ചെപ്പി ഊട്ടിയിലോ മൂന്നാറിലോ എവിടെ പോയപ്പോൾ എടുത്ത പിക്സുകളാന്ന് തോന്നുന്നു. അടിപൊളി. ഹസ്ബൻഡും വൈഫും. വാവ്. ഇതാ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ കുളിക്കുന്നു. പഴംപൊരിയും ചായയും. ഓ, ഈ തണുപ്പിലും കൂടെ വന്നപ്പം നല്ല ചൂടുള്ള ചായയും പഴംപൊരിയും ഞാൻ കുടിക്കട്ടെ കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് ഇതാക്കുന്നത് ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടുത്തെ ഇന്ന് രാത്രിത്തെ ഫുഡാണ്. നല്ല മന്തിയും ചിക്കൻ പൊരിച്ചതും നല്ല അടിപൊളി സാലഡും മയോണൈസും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കഴിക്കാനുള്ള പുറപ്പാടിലാണ് ഗൈസ്. അല്ല റയാന്താ അവളെ തട്ടടാണ്ട് കാണിക്കണ്ടെന്ന് ഗൈസ്. ഇവിടെ എത്തിയാ പിന്നെ തലയിൽ തലയിൽ ഷോളൊന്നുമില്ല. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇന്ന് ഇവിടെ കുശാൽ നഗർ പോവാണ്. കുട്ടം അവിടെ കുശാൽ നഗർ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോവാണ്. മക്കളൊന്നും കൂട്ടിയില്ല. ഇപ്പം ഞങ്ങളെ കൂടെ ചാടി കയറി പോകുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു കേൾക്കാതെ എന്ത് ചെയ്യാൻ ആരെയും കൂട്ടിയില്ല. മക്കളെയൊക്കെ വീട്ടിലാക്കിയിട്ട് പോവുകയാണ്. ഞങ്ങൾ മാത്രം അല്ലേ ഷാനു? യെസ്. അങ്ങനെ ഗൈസ് ഞങ്ങളിതാ കാട്ടിക്കുളം കാട്ടിലൂടെ ഇങ്ങനെ കുശാൽ നഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഒരു മൃഗത്തിനെയും കാണുന്നില്ല ഗൈസ്. മൃഗത്തിനെ കാണുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മാന് ഗൈസ്. നോക്കണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ദാഹിച്ച് വലഞ്ഞ് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാ. അറിയോ ഓർഡർ ചെയ്യും. എന്തോ കൊണ്ടുവന്ന് തേക്കുണ്ട് അല്ലേ. അങ്ങനെ ഗൈസ് ഞങ്ങളിവിടെ ഇനിയുണ്ട് 1 മണിക്കൂർ യാത്ര ഗൈസ്. ഞങ്ങളിവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ ഇതെവിടെയാണ് ഷാനിയോ? ഇതെവിടാ? എവിടെയാന്ന് അറിയൂല ഗൈസ്. ഇനിയുണ്ട് 1 മണിക്കൂർ യാത്ര. ഞങ്ങള് കോണിക്കൂപ്പം എത്തിയിട്ടുണ്ട്. കോണിക്കുപ്പ എവിടാ ചെപ്പി സ്ഥലം? കോണിക്കുപ്പം. കോണിക്കുപ്പം. ഇങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ വല്ല VIP അവര് വണ്ടിയിൽ ഇരിക്കുക. ഞങ്ങള് ജ്യൂസൊക്കെ വാങ്ങിയിട്ട് ഇവിടെ കൊടുക്കണം ഗൈസ്. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യണേ. ഞങ്ങൾ വെള്ളത്തിൽ ദാഹിച്ചിട്ട് ഗോണിക്കുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് കരിമ്പി ജ്യൂസിന് വേണ്ടിയിട്ട് ഞങ്ങൾ സൈഡാക്കിയതാണ് അല്ലേ. അപ്പം റേഹാനത്തും മക്കളൊക്കെ ഇറങ്ങിയിട്ട്, മക്കളൊന്നും പറയാനില്ല, ജസിമോ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊന്നും നമ്മൾ കൂട്ടിയില്ല. നമ്മളെ കാറ് ചെറുതായതുകൊണ്ട് അപ്പം മക്കളൊക്കെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ മാത്രം പോകുന്നതാണ്. അതിൽ ജസിമോനെ മാത്രമേ കൂട്ടിയുള്ളൂ. അപ്പോൾ അതാ കരിമ്പ് ജ്യൂസ് വരുന്നുണ്ട്. കരിമ്പ് ജ്യൂസ് കുടിക്കട്ടെ. ാക്കുന്ന കരിമ്പ് ജ്യൂസുമായി റെഹാൻത വരുന്നു. ഓ താങ്ക് യു. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ഫോറസ്റ്റുകൾ ഉണ്ട് കേട്ടോ. നമ്മൾ മാനുകളെയും പോത്തിനെ അങ്ങനത്തേനൊക്കെ കണ്ടു കേട്ടോ. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വണ്ടി എവിടെയും സൈഡാക്കാനും പറ്റില്ല. കാരണം അതൊക്കെ ഭയങ്കര നിരോധിച്ച ഒരിതാണ് കേട്ടോ. ഈ ഫോറസ്റ്റുകളിൽ നമുക്ക് വണ്ടി സൈഡാക്കാനൊന്നും പറ്റില്ല. ഇവിടെ എന്തോ പരിപാടിയാണ് ഗൈസ്. ഈ കാളവണ്ടിയൊക്കെ ഇപ്പം എവിടെയെങ്കിലും കാണാനുണ്ടോ ഗൈസ്? നോക്കി കാളവണ്ടി. ഇതൊക്കെ ഇതാ ഇങ്ങനത്തെ നാട്ടിലേക്ക് വരണം. അപ്പോഴാണ് ഇതൊക്കെ കാണാൻ കഴിയുക. ആനക്ക് കൊടുക്കാനുള്ള ഓല എന്താ പറയാ, പട്ട. അതാ ലോറി പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അതേപോലെ ഡാക്ടർ അല്ലേ പറയലേ, ഡാക്ടർ. എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത? ഡാക്ടർ എന്നാണ് ഗൈസ്. ടാക്ടർ സത്യം പറഞ്ഞാൽ അത് പറയാൻ പോലും എനിക്ക് അറിയില്ല. അതാണ് സംഭവം.
ഇഞ്ചി കൊണ്ടുപോകുന്ന കണ്ടോ ട്രാക്ടറിൽ. ഗൈസ് ഞങ്ങൾ ഇതാക്കുന്ന ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് എത്തി. അങ്ങനെ ഗൈസ് 3 മണിക്കൂറിൻ്റെ യാത്രക്കൊടുവിൽ ഞങ്ങൾ ഇതാക്കുന്ന ഗോൾഡൻ ടെമ്പിളിൽ എത്തിയിട്ടോ. ഇതാണ് എൻട്രി. അങ്ങനെ ഞങ്ങൾ ഇതാക്കുന്ന അതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോവാണ്. ഇതാണ് എൻട്രി. അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് കയറിപ്പോയാലാണ് ടെമ്പിളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. ഞങ്ങളൊരു ഉച്ച സമയത്താണ് കേട്ടോ അവിടെ എത്തിയത്. അപ്പം ഒരുപാട് ബുദ്ധന്മാരും അവരുടെ കുറേ ഐതിഹ്യങ്ങളും കുറേ പ്രാർത്ഥനയും അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ് കേട്ടോ. നമുക്കിതിനെക്കുറിച്ച് വലിയ പരിചയമൊന്നുമില്ല പറയാൻ, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഗോൾഡനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടെമ്പിളാണ് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. കാരണം ഒരുപാട് പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ളൊരു ടെമ്പിളാണ് കേട്ടോ. ഗൈസ് ഞങ്ങളുടെ ടെമ്പിളിലെത്തി, ഗോൾഡൻ ടെമ്പിളിലെത്തി. ഇതാണ് ഗോൾഡൻ ടെമ്പിൾ. അടിപൊളി. ഇതിൻ്റെ ഐതിഹ്യങ്ങളൊന്നും നമുക്കൊന്നും അറിയില്ല കേട്ടോ. ചെരുപ്പ് ഇവിടെ കൊടുക്കണം, ഒരു കൊട്ട വാങ്ങാം, അതിൽ ചെരുപ്പ് വെച്ചിട്ട് അവിടെ കൊടുക്കണം. ചെരുപ്പെല്ലാം കൊട്ടയിലിട്ടിട്ട് അവിടെ കൊടുക്കുന്നു. അതിൻ്റെ ഇത് വാങ്ങിക്കട്ടോ ടോക്കന്. അടിപൊളി പൂവുകളൊക്കെ, നമ്മളെ പണ്ട് പൂച്ചവാലി എന്ന് പറയുന്ന ഒരു പൂവാണ് ഗൈസ്. ഇപ്പം ഇത് എവിടെയും കാണുന്നില്ലേ നാട്ടിലൊന്നും. പണ്ടൊക്കെ നിറച്ചുണ്ടാവുമായിരുന്നു നമ്മളവിടെയൊക്കെ. പൂച്ചവാലി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കളിക്കാനൊക്കെ എടുക്കാനും ഒരു നൊസ്റ്റമാണ്, ഓർമ്മകൾ. അടിപൊളി പൂവും ഗൈസ്. ഒരു കോളേജ് മൊത്തം വന്നിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതാക്കുന്ന ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. റിയാൻത എങ്ങനെയുണ്ട് ഗോൾഡൻ ടെമ്പിള്? അടിപൊളിയാ. കുറേ ഗോൾഡൻ ടെമ്പിൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് വരുന്നത്. ഒരു പ്രാവശ്യം വന്ന് നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ട് ഗൈസ്. ആദ്യം ഇങ്ങോട്ട് പോരാൻ തോന്നുന്നില്ല, ആദ്യം ഇങ്ങോട്ട് പോരാൻ തോന്നുന്നില്ല എന്നറിയാം. ആദ്യം എൻ്റെ ഫേവറേറ്റ് സാധനമാണിത്. തോന്നുന്നില്ലല്ലേ അവിടെ എനിക്ക് റൈറ്റ് വേണം ചോദിക്കാം. Excuse me? How much? 150. 150.
കിട്ടിയോ ഗൈസ്? ഗൈസ് ഇതിന് ഒന്നിന് 150. എടാ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇത് ഏതാ രസം? അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.